ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് കെറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഡിസൈൻ പ്രോബ്ലമാണ് കോൺക്ലച്ചിൻ്റെ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സെക്ഷൻ തിരിച്ചുള്ള ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺക്ലച്ച് ട്രാൻസ്മിറ്റ് 180 Newton meter of torque at 1200 RPM. The larger diameter of the clutch is 300 mm and phase angle of the cone is 12.5 degree with a phase width of 60 mm and nu equal to 0.2. Determine A. Axial force required to transmit the torque. Second, axial force required to engage the clutch. And third, average normal pressure when maximum torque is transmitted. നെക്സ്റ്റ് മാക്സിമം ആൻഡ് മിനിമം നോർമൽ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഗിവൻ ഡേറ്റാസ് നമുക്കൊന്ന് എഴുതാം. ഗിവൻ ഡേറ്റാസിനകത്ത് ആദ്യം ടോർക്ക് T ഈക്വൽ ടു 180 Newton meter എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് RPM സ്പീഡ് N ഈക്വൽ ടു 1200 RPM എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ലാർജർ ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ടർ ഡയമീറ്റർ ആണ്, D2 ആണ്, 300 mm. ഇനി അടുത്തത് ഫേസ് ആംഗിൾ തന്നിട്ടുണ്ട്, ആൽഫ 12.5 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ ഫേസ് വിത്ത് B തന്നിട്ടുണ്ട്, 60 mm തന്നിട്ടുണ്ട്. അതുപോലെ ന്യൂ തന്നിട്ടുണ്ട്, 0.2 തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് ദ ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് FA. ഓക്കെ, ഞാനിപ്പോൾ FA കാണാനായിട്ട് ഞാനൊരു ഇക്വേഷൻ പറഞ്ഞത് ടോർക്കിൻ്റെ ഇക്വേഷനാണ്. ഇപ്പോൾ ടോർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. ടോർക്ക് T ഈക്വൽ ടു ന്യൂ FA DM ഡിവൈഡഡ് ബൈ 2 സൈൻ ആൽഫ എന്നാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ആദ്യം നമ്മൾ DM ആണ് കണ്ടുപിടിക്കുന്നത്. DM കാണാനായിട്ട് D1 + D2/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം D2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ D1 ഇനി നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ DM കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ ആൽഫ ഈക്വൽ ടു D2 - DM ഡിവൈഡഡ് ബൈ B എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് DMൻ്റെ വാല്യൂ കിട്ടുമല്ലോ. B നമുക്ക് തന്നിട്ടുണ്ട്, D2 അറിയാം, സൈൻ ആൽഫയുടെ വാല്യൂ അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സൈൻ 12.5 ഈക്വൽ ടു D2 എന്ന് പറയുന്നത് 300 - DM ഡിവൈഡഡ് ബൈ 60. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് DMൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 287 mm എന്ന് പറഞ്ഞ ആൻസർ വരും. ഇനി D1 ഇതിൽ നിന്നും കാണാനായിട്ട് D1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 2DM - D2. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ D1 എന്ന് പറയുന്നത് 274 mm എന്ന് പറഞ്ഞ ആൻസർ വരും. ഇപ്പോൾ D1ഉം D2ഉം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിയൽ ഫോഴ്സ് FA ആണ് കാണേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കുമ്പോൾ ന്യൂട്ടൺ മീറ്ററിലാണ് ടോർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് മില്ലിമീറ്ററിലോട്ടാക്കി. ഈക്വൽ ടു ന്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.2 ഇൻറ്റു FA ആണ് കണ്ടുപിടിക്കുന്നത്. FA ഇൻറ്റു DM നമുക്കിപ്പോൾ കിട്ടി 287 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 12.5 ഡിഗ്രി. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് FAയുടെ വാല്യൂ എന്ന് പറയുന്നത് FA ഈക്വൽ ടു ആൻസർ 1357.46 ന്യൂട്ടൺ എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ നമുക്ക് FAയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് FA' ആണ്. ഇനി അത് നോക്കാം. ഇനി ഇതിൻ്റെ B സെക്ഷനാണ്. B സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് FA' ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ടു എൻഗേജ് ദ ക്ലച്ച് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ FA' = FN ഇൻറ്റു സൈൻ ആൽഫ പ്ലസ്
ന്യൂ കോസ് ആൽഫ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് എഫ് എന്നിന് നമുക്ക് അറിയത്തില്ല. എഫ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് എ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ എന്ന് പറയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഫ് എ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് ന്യൂ കോസ് ആൽഫ. ഇനി വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 1357.46 ഡിവൈഡഡ് ബൈ സൈൻ 12.5 ഇൻറ്റു സൈൻ 12.5 ഡിഗ്രി പ്ലസ് 0.2 കോസ് 12.5 ഡിഗ്രി. ഓക്കെ, ഇത് വാല്യൂസ് എല്ലാം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ എഫ് എ ഡാഷ് ഈക്വൽ ടു 2582.08 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, ഇനി അടുത്തത് സി ആണ്. ആവറേജ് നോർമൽ പ്രഷർ. ആവറേജ് നോർമൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് ദ ടോർക്കിൻ്റെ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എഫ് എയുടെ ഇക്വേഷൻ നമുക്കറിയാം. പൈ ഡി എം ബി പി സൈൻ ആൽഫ എന്നറിയാം. അപ്പോൾ ഇവിടെ പിയുടെ അവിടെ പി ആവറേജ് എന്നും ഡി എമ്മിൻ്റെ അവിടെ ഡി എം തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ആവറേജ് നോർമൽ പ്രഷർ വെൻ മാക്സിമം ടോർക്ക് ഈസ് ട്രാൻസ്മിറ്റഡ് എന്ന കണ്ടീഷൻ പറയുന്നുണ്ട്. ഡി എം ഈക്വൽ ടു ഡി എം തന്നെയാണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. എഫ് എ ഈക്വൽ ടു പൈ ഇൻറ്റു ഡി എം ബി പി ആവറേജ് സൈൻ ആൽഫ. ഓക്കെ, നമുക്കവിടെ നിന്നും എഫ് എയുടെ വാല്യൂ നമുക്കറിയാം. 1357.46 ഈക്വൽ ടു പൈ ഇൻറ്റു ഡി എം. ഡി എം നമുക്കറിയാം. ഡി എമ്മിൻ്റെ വാല്യൂ 287 ആണ്. 287 ഇൻറ്റു ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട് 16 തന്നിട്ടുണ്ട്. 60 ഇൻറ്റു പ്രഷർ ആവറേജ് ഇൻറ്റു സൈൻ 12.5 ഡിഗ്രി. ഓക്കെ, ഇതിനി സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ഇത്രയും സാധനങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ പ്രഷർ ആവറേജ് ഈക്വൽ ടു 0.1159 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ആൻഡ് മിനിമം നോർമൽ പ്രഷറാണ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഡി മാക്സിമം നോർമൽ പ്രഷർ. അപ്പോൾ പി ഈക്വൽ ടു പി മാക്സും ആകും, ഡി എം ഈക്വൽ ടു ഡി വണ്ണും ആകും. അപ്പോൾ നമുക്ക് എഫ് ഐയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി എമ്മിൻ്റെ അവിടെ ഡി വൺ വന്നു, ബി പിയുടെ അവിടെ പി മാക്സ് വന്നു, ഇൻറ്റു സൈൻ ആൽഫ എന്ന് വന്നു. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 1357.46 ഈക്വൽ ടു പൈ ഇൻറ്റു ഡി വൺ. ഡി വൺ നമുക്ക് 274 എന്ന് കിട്ടിയിട്ടുണ്ട്. 274 ഇൻറ്റു ബി 60 ഇൻറ്റു പി മാക്സ്. പി മാക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പി മാക്സ് ഇൻറ്റു സൈൻ 12.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ പി മാക്സ് ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 0.1214 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, ഇതാണ് മാക്സിമം നോർമൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മിനിമം നോർമൽ പ്രഷറാണ്. മിനിമം ഓക്കെ, മിനിമം നോർമൽ പ്രഷറിൻ്റെ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് പി ഈക്വൽ ടു പി മിനിമം ആയി, അതുപോലെ ഡി എം ഈക്വൽ ടു ഡി ടു ആയി. ഓക്കെ, അപ്പോൾ എഫ് എയുടെ ഇക്വേഷൻ എഫ് എ ഈക്വൽ ടു പൈ ഡി എമ്മിന് പകരം ഡി ടു ആയി, ബി പി മിനിമം സൈൻ ആൽഫ എന്ന് പറഞ്ഞു. ഇനി വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 1357.46 ഈക്വൽ ടു പൈ ഇൻറ്റു 300 ഇൻറ്റു 60 ഇൻറ്റു പി മിനിമ സൈൻ 12.5 ഡിഗ്രി. ഓക്കെ, പ്രഷർ മിനിമം എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0.1109 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് കൂടുതൽ യൂണിവേഴ്സിറ്റിക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഓക്കെ,
നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്ത് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.